അപ്പോൾ ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒറിജിനലാണ് കളിക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ട്രയലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കുറച്ച് ഗ്രൈൻഡൊക്കെ ചെയ്തിട്ടാണ് കാണിക്കുന്നത്, കാരണം നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനാണ് ഗൈസ്. നമുക്ക് നേരെ വീഡിയോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്കും കൂടെ ചെയ്തേക്കുക, ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റോഡ് ടു 100 ആണ് ഗൈസ്. ഇപ്പം നമുക്കൊരു 5 സബ്സ്ക്രൈബറും കൂടെ മതി നമ്മളെ 100 അടിക്കുക. അതുകൊണ്ട് പ്ലീസ് സപ്പോർട്ട്. നമുക്ക് നേരെ ഗെയിമിലോട്ട് അങ്ങോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ മൈൻക്രാഫ്റ്റ് വേൾഡിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ പീസ്ഫുള്ളാണ് ഇട്ടേക്കുന്നത് ഗൈസ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മറ്റേ നെതർ പോർട്ടലിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇപ്പം ഞാൻ ഇതൊക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഹെൽത്ത് ഇപ്പം നമ്മുടെ പോകത്തില്ല, അല്ല പോയാലും റീജൻ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ സീനില്ല. ഇവിടുത്തെ ചെസ്റ്റൊക്കെ ഞാൻ ഓപ്പൺ ചെയ്തു ഗൈസ്. അപ്പോൾ ഗൈസിനെ എനിക്ക് കിട്ടിയ കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അയ്യോ, കുടിയിലൊന്നും വീഴല്ലേ, ചാവും ഗൈസ്. എന്തായാലും ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് നെതർ പോർട്ടലൊക്കെ ഉണ്ടാക്കണം. ഗൈസ് നമുക്ക് നേരെ പോകാം. ഈ കുതിര ഞാൻ നോക്കി വെച്ചേക്കുവാണ്, സൈഡിൽ ഉണ്ടാക്കിയിട്ട് വേണം അല്ല ശരിയാകാൻ. എന്തായാലും നമ്മൾ കുറച്ചൊക്കെ പഠിച്ച് കണ്ടോ ഗൈസ്. ഇതാണ് എൻ്റെ ബെഡ്, ഇതാണ് നമ്മുടെ വീട്. ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. സോംബി ഒന്നും വരത്തില്ല ഗൈസ്. സോംബി ഞാൻ പീസ്ഫുള്ളായിട്ടേക്കുന്നത് അതറിയാലോ. എന്തോന്നായാലും ഇങ്ങോട്ട് സോംബി വരുമെന്ന് തോന്നില്ല. പിന്നെ ഗൈസ് നമുക്കിവിടെയൊക്കെ ഫാമൊക്കെ തുടങ്ങണം. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇത് നോക്കൂ ഗൈസ്, ഇത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അവിടുത്തെ ചെസ്റ്റിൽ നിന്ന് കിട്ടിയ സാധനം ഈ ലോഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, എനിക്കെന്തോ അറിഞ്ഞൂടെ. പിന്നെ ലെഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കിട്ടിയ കോപ്പർ ഞാൻ മൈൻ ചെയ്തെടുത്തതാണ്. പിന്നെ ഒബ്സീഡിയം കിട്ടി ഗൈസ്. പിന്നെ കിട്ടിയ സാധനം ഗോൾഡൻ കാരറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനമാണ്. പിന്നെ ഈ ഗോൾഡൻ സോഡ് കിട്ടി. പിന്നെ ഗോൾഡൻ ഷവല് കിട്ടി. പിന്നെ നഗറ്റ് കിട്ടി ഗൈസ്. ഇതെന്തായിരുന്നു എമറാൾഡൊക്കെ ഇവിടുത്തെ ചെസ്റ്റിൽ നിന്നൊക്കെ ഞാൻ മോഷ്ടിച്ചാണ്, അത് നിങ്ങളൊന്നും വിചാരിക്കരുത്. പിന്നെ ബെഡ് അല്ലാതെ ഇൻവെൻറ്ററി കിടപ്പുണ്ട്. പിന്നെ ഫർണസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്കിതിങ്ങനെയൊക്കെ പറ്റുമോ? ഓ ഗൈസ്, സ്റ്റോൺ ഉണ്ടാക്കാൻ പറ്റും, അതിപ്പോൾ വേണ്ട നമുക്ക് ഗൈസ്. ഇത് എനിക്കൊരു സംശയം, എനിക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഈ നഗറ്റ് അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കണ്ടോ ഗൈസ്. അതെന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കുക ഗൈസ്. കോർഡിനേഷനൊക്കെ ഓണാക്കിയിട്ടാണ് ഞാൻ കളിക്കുന്നത്. ഇതെല്ലാം എടുത്ത് മാറ്റട്ടെ ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ മൈനിങ്ങിൻ്റെ കാര്യങ്ങളിവിടെ കാണിച്ചു തരാം. ഞാൻ മൈനിങ്ങൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ആദ്യം തൊട്ടേ കാണിച്ചത് നിങ്ങൾക്ക് ഒരു ബോറടി വരും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. ആദ്യം തൊട്ട് കാണണമെന്ന് വിചാരിച്ചത് സോറി. ഞാൻ അതൊന്നും റെക്കോർഡ് ചെയ്തില്ലല്ലോ, എന്തോ ചെയ്യാനാണ്. നിങ്ങൾ വെറുതെ ബോറടിക്കാതിരിക്കാനാണ് നോക്കിയത് ഗൈസ്. ആ സ്റ്റോണിൻ്റെ ആ ഭാഗം ഉണ്ടോ ഗൈസ്, ആ മര, അവിടെയാണ് നമ്മൾ എല്ലാം ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറേ തരം കല്ലുകൾ, ഇതുവരെ കേൾക്കാത്ത കല്ലുകളൊക്കെയാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതല്ലേ ആണ് ഗൈസ്. നിങ്ങൾ പോകുന്നത് ഒരു വലിയ ഇവിടെ കോപ്പറൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല ഗൈസ്. എന്നാൽ നമുക്കൊന്ന് കോപ്പറും കൂടെ എടുത്തേക്കാം. അപ്പം നമുക്കെല്ലാം ഏകദേശമൊക്കെ അറിയാം ഗൈസ്. ഏകദേശം എന്നേ എനിക്കറിയാവൂ, ഫുള്ളൊന്നും എനിക്കറിഞ്ഞൂടാ. ഇതിനടി വല്ലതും പോകൂടെ, ഞാൻ സംശയമുണ്ട് ഗൈസ്. അടി വല്ലതും വീഴുമെന്ന്. ഇത്രയും മതി ഗൈസ്. നമുക്ക് അങ്ങോട്ട് താഴോട്ടങ്ങ് പോകാം.
ഓ കയറി വരാൻ നേരത്താണ് സീന്. ചിലപ്പോൾ അവിടെ ഒരു സീൻ കാണും. എന്താണ് ഗൈസ് ഞാൻ പറഞ്ഞ സീൻ? മല പോലെ കിടക്കുക. അത് ഞാനങ്ങ് ശരിയാക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ. ഞാൻ കാണിച്ചു തരാം. സ്പീഡ് റൺ. ഓ ഇവിടെ ഗ്രാനൈറ്റിൻ്റെ ഭാഗമാണ്. പിന്നെ അങ്ങോട്ട് താഴോട്ട് ഞാൻ കുറച്ചും കൂടെ പോയുള്ളൂ. ഇതെന്താണ്? ഇതൊക്കെ എന്തോ തരം കല്ലുകളൊക്കെയാണ് ഗൈസ്. ഞാൻ അയ്യോ ഇങ്ങനെ വെച്ചാൽ മതിയല്ലേ ഗൈസ്? വെറുതെ എന്നാ വേണ്ട ഗൈസ്, ലൈറ്റ് വെക്കാതെ നല്ലത്. ഗൈസ് ഇവിടെ വെച്ച് എനിക്ക് പതുക്കെ അങ്ങ് നിർത്തേണ്ടി വരും. കാരണം ഇവിടെ എന്തോ ഇരുട്ടുള്ള എന്തോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ എന്തോ കേവ കാര്യങ്ങളൊക്കെയാണ്. താഴോട്ട് പോകുന്നതിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് ലാഡർ ഉണ്ടാക്കേണ്ടി വരുവാണെന്ന് തോന്നുന്നു. അതോ സ്റ്റോൺ വെച്ച് താഴോട്ട് പോകണമായിരിക്കും. എന്തോന്ന് വെച്ചാൽ എനിക്കൊരു പിടിയില്ല. പിന്നെ കഴിച്ച് ഇവിടുന്ന് എനിക്ക് ഇത് ലാംപസ് ലസൂലി എന്ന് പറയുന്ന എന്നായിട്ടൊരു സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് മണ്ടയിലോട്ട് കയറി പോകാം. വേറൊന്നുമില്ല ചെയ്യാൻ. കഴിച്ച് ഇതൊക്കെയാണ് എൻ്റെ മൈനിങ്ങിൻ്റെ ഏരിയ. പിന്നെ അവിടെ നിന്ന് പൊട്ടിച്ച് ഞാൻ പുറത്തൊന്ന് ചാടട്ടെ ഗൈസ്. അപ്പം നമ്മൾ ഇതിന് പുറത്തൊക്കെ ചാടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. എന്തേലും ജീവികളും എല്ലാം കയറിപ്പോയാൽ അറിയത്തില്ല. ഇതെന്താണ് സാധനം? ഇതെന്തോ ഒരു സാധനമാണ് ഗൈസ്. പിന്നെ നമ്മുടെ വില്ലേജിൽ ഞാൻ കുറേ നേരം കണ്ടുപിടിച്ച വില്ലേജാണ്. ആ വില്ലേജിൽ ഒരു ഫാം അല്ലാതെ ഉണ്ട് ഗൈസ്. നമുക്ക് അവിടെ നിന്ന് എന്തൊക്കെ ബക്കറ്റൊക്കെ എടുക്കണം ഗൈസ്. ഈ കോള് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. ഞാൻ ആദ്യം ഇത് കയറിയപ്പോൾ നല്ലോണം ഗ്രൈൻഡ് ചെയ്ത് വന്നതാണ്. പക്ഷേ ഞാൻ ഓടി വില്ലേജ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയോ ചാടി അങ്ങ് വീണുപോയി ലാവയിൽ. എൻ്റെ എല്ലാം പോയി. അതിൽ കോള് വരെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ചെയ്യാനാ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വീണ്ടും എല്ലാം ചെയ്തിട്ട് കൊണ്ടുവന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, പിന്നെ ഒരു കോൾഡ്രോൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഗൈസ്. അതെന്തുവാന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്കും അങ്ങോട്ടൊരു പിടിയില്ല അതെന്തോ സാധനമൊന്നും. എന്തോ മന്ത്രവാദികളുടെ എന്തോ ഒരു സാധനം പോലെ ഉണ്ട്. അവിടെ അല്ലായിരുന്നു. ഇതാ നമ്മുടേത്. ഈ സാധനമാണ് ഞാൻ പറയുന്നത്. ഈ കോൾഡ്രോൺ എന്ന് പറഞ്ഞത്. അത് എന്തോ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാൻ പറ്റാതെ ഷോയ്ക്ക് വെച്ചേക്കാണ്. എനിക്കൊരു പിടിയില്ല. പിന്നെ ഗൈസ് ഞാൻ ഈ വില്ലേജ് ഒന്ന് ചുറ്റി കാണിച്ചു തരാം ഗൈസ്. ഇവിടെയൊക്കെ ഇങ്ങോട്ടൊക്കെ താഴോട്ട് പോയി നമുക്ക് മൈൻ ചെയ്യാം അല്ലേ? നല്ലൊരു ഐഡിയ ആണ്. ലാവയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ അടുത്ത വീഡിയോ കോളൊക്കെ എടുത്ത് നമ്മൾ സെറ്റാവുന്നതായിരിക്കും. അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. നമുക്ക് സൂം ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഇനി അവിടെ വെച്ചാൽ നമ്മൾ കണ്ടത് അവിടെ കണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾ മറ്റേ സൈഡ് കണ്ടേ. ഇത് അറിഞ്ഞുകൂടാ. അയ്യോ നമ്മൾ മണ്ട എങ്ങനെ കയറും? ഇതുവഴി കയറാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫാമൊക്കെ ഉണ്ട്. അതെന്തിനു വെച്ചാൽ എനിക്ക് ഒരു പിടിയില്ല. ഇത് കുറച്ച് നീളത്തിലുള്ളൊരു ഇതാണ് ഗൈസ്. അല്ല ഇത് വളർന്നോ? ഇന്നലെ ഇത് പച്ചിച്ച് കിടന്നതാണ്. ഇപ്പോൾ എല്ലാം വളർന്നിട്ടുണ്ട്. നമുക്കെല്ലാം കൊയ്തെടുക്കണം. ഇതെന്ത് സാധനം? റിപ്പയറോ? എന്താണ് കഴിച്ചത്?
എനിക്കൊരു പിടിയില്ല ഗൈസ്. അയ്യോ ലാവ, ഭഗവാനെ, ലാവയൊക്കെ വെച്ചിരിക്കുന്നു ഗൈസ്. മണ്ടന്മാർ എന്തോന്നാടെ കാണിച്ചിരിക്കുന്നത് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലാവയൊക്കെ വെച്ചോണ്ടിരിക്കുന്നു. നമുക്ക് താഴോട്ട് ഒഴുക്കി വിട്ടാലോ ഗൈസ്? എങ്ങനെ ഉണ്ടെൻ്റെ ഐഡിയ? ഗൈസ് അപ്പം ഞാനിവിടെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ലാവ ഒഴുക്കി വിടാനുള്ള എല്ലാ സംവിധാനവും ഞാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അയ്യോ, ഞാൻ അവിടത്തെയൊക്കെ തണ്ടൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഗൈസ് ഇവിടം വരെ വരുമോ? ഓ കുതിര കുതിര. ഓ ഗൈസ്, ലാഭ പോകുന്നില്ലല്ലേ? അയ്യോ അയ്യോ, കയറി കയറി കയറി. അയ്യോ പേടിച്ചു ഗൈസ്. ഓ ഗൈസ്, അപ്പം നമ്മൾ എല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. ആ അങ്ങോട്ടങ്ങോട്ട്. ആ വെരി ഗുഡ് ഗൈസ്. ലാവയുടെ വെള്ളച്ചാട്ടം നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ്. കൊള്ളാം ഗൈസ്. ഓ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ഫാം. ഇതെല്ലാം ഉണ്ട്. ഇത് പശുവിനെ എല്ലാം ഞാൻ കൊന്നു കളഞ്ഞതാണ്. ഇതോടെ ചാടി ചാടി ഇരിക്കുന്നത്. ഇവിടെ മോനെ വാട, കയറി വാടാ. രക്ഷപ്പെട്ടെ കണ്ട് വന്നതാണ്. നമുക്ക് പശുവിൻ്റെ ഒരു ഫാം പോലെ തുടങ്ങണം. ഈ സാധനം അവനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഈ സാധനമാണ് ഗൈസ്. ഞാനൊന്ന് നോക്കട്ടെ. ഓ ഗൈസ്, ഇതെന്താണ്? ലിവർക്ക് എന്താണ്? അയൺ ബാറൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കയറ്റി വെക്കാം. ഈ സാധനമൊക്കെ എന്തിനാ? ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് വെക്ക്. ആ കഴിഞ്ഞു. ഇനി ഇവിടെ ഉള്ള ഇതെന്തോ ഗൈസ്? ഇത് ഒണിയനോ? ഒണിയൻ എന്തോ ആണ്. ബീട്രൂട്ടാണ് ഗൈസ്. നമ്മൾ വിത്ത് വീണ്ടും ഇട്ടിട്ടുണ്ട്. കഴിച്ച ഉടനെ നമുക്ക് വിത്തിടാം. ഓ ഗൈസ്, അതാണ് അയൺ അങ്ങനല്ലേ പേര്? മണി അടിച്ച് മണിയടിച്ച്. കുറേ കാര്യങ്ങളുണ്ട് ഇത്. നമുക്ക് ഫാം കൗ നമ്മുടെ ഈ സാധനം. അയ്യോ ഇല്ലടേ. ഓ ഗൈസ്, ഈ സാധനം വെച്ചല്ലേ എന്തോ വീറ്റോ എന്നാണ്ടൊരു സാധനം ഉണ്ടാക്കാൻ പറ്റത്തില്ല ഗൈസ്. ഓ ഗൈസ്, കിട്ടിയിട്ടുണ്ട്. നമുക്ക് പശുവിനെ ഇപ്പം വിളിക്കാൻ പറ്റും. ഓ ഗൈസ്, കം.
ഓ ഈ ഗൈസ് ഉയ്യോ ഞാൻ വിചാരിച്ചു ഈ ചെറുക്കൻ പോയെന്ന്. ചെറുക്കനല്ല, കൂടില്ല. ആ ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഗൈസ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. നമ്മൾ റോഡ് ടു 100 ആണ്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് 93 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത് ഗൈസ്. നമുക്കിനി ഒരു 7 സബ്സ്ക്രൈബേഴ്സ് കൂടെ ആയാൽ നമുക്ക് 100 അടിക്കാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഞാൻ എല്ലാം ഓരോന്നൊക്കെ ചെയ്തിട്ടൊക്കെ കാണിച്ചു തരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ ഗൈസ്.